ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പുതിയൊരു ഡിഷ് പരിചയപ്പെട്ടു. പുതിയതല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കപ്പയും മീനും കൂടെ എങ്ങനെ കുഴയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പഴയ ആൾക്കാരൊക്കെ ഇത് എപ്പോഴും ചെയ്യുന്നതാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്കൊന്നും അത്രയ്ക്ക് അറിയാനായിട്ട് വഴിയില്ല. എന്നാലും ഇപ്പം വീട്ടിലെല്ലാവരും വെക്കാറുണ്ട് കപ്പയും മീനും കൂടെ. നമുക്കിത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അമ്മയോട് ചോദിക്കാം എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാ അമ്മ ഈ കപ്പയും മീൻകറിയും വെക്കുന്നത്? കപ്പ ഒന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കയ്പോ വല്ലതും ഉണ്ടെങ്കിൽ പോകാനായിട്ട്. പിന്നെ സാധാരണ മീൻ വെട്ടി കഴുകി എടുത്തിട്ട് തേങ്ങ, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇവിടെ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ശക്കലം ഞാൻ സവോള ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി അതിന് വേണ്ടത്. പിന്നെ ഒരു ശകലം കുരുമുളക് വേണം, അതും പൊടിയായിട്ട് ചേർക്കാം, കുരുമുളകില്ല അതുകൊണ്ട്. അങ്ങോട്ട് ഇട്ട് അരച്ചിടുക. പിന്നെ വേണ്ടത് പുളിക്ക് വാളം പുളി എന്ന് പറയും. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർക്കും. ഇത് സാധാരണ മീൻ വയ്ക്കുമ്പോൾ കുടംപുളിയാണ് ചേർക്കാറ്, പക്ഷേ ഇതിന് വാളംപുളിയാണ് നല്ലത്. എന്നിട്ടിത് അരച്ചെടുക്കുക മിക്സിക്കകത്തിട്ട്. അതിനകത്ത് ഇതൊരു മുറി തേങ്ങയുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് ചേർക്കണം, മുളക് പൊടി ചേർക്കുക. ഇതിപ്പോൾ എത്ര സ്പൂൺ പൊടിയാണ് ചേർത്ത്? 2 സ്പൂൺ 3 സ്പൂൺ മുളക് പൊടിയുണ്ട്. 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര. പിന്നെ ഒരു 2-3 കഷ്ണം ഉള്ളി. ഇതെല്ലാം കൂടി ഒന്ന് അരയ്ക്കുക. ശകലം വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് നല്ലതുപോലെ അരയണ്ട, എന്നാൽ അരയുകയും വേണം. ഒരുവിധം അരച്ചെടുക്കുക. ഉപ്പിടണം. ഉപ്പൊക്കെ അടുത്ത വയ്ക്കുമ്പോൾ ഇത്ര അരഞ്ഞാൽ മതി. ഇത് നന്നായിട്ട് അരഞ്ഞു പോകരുത്. ഇത് നമ്മൾ മീൻകറിക്കൊക്കെ അരയ്ക്കുന്ന രീതിയിൽ തന്നെ ഇത്ര അരച്ചാൽ മതി. ഇതെല്ലാം കൂടെ നമ്മൾ ചട്ടിക്കകത്തിടും അല്ലേ? മീൻ തിളച്ചിടുക. പണ്ട് എല്ലാം കൂടെയായിരുന്നു വയ്ക്കുന്നത്. അപ്പം ഞാനൊന്ന് മീൻ തിളപ്പിച്ചിട്ട് ഒരിതായിട്ട് കപ്പയിടാമെന്ന് വിചാരിച്ചു. കപ്പയിട്ട് വേവിച്ചു. പുളി ചേർക്കുക. പിന്നെ ഉപ്പൊക്കെ ഒരു 2 ചെറിയ സ്പൂണിന് ഒരു സ്പൂണോ 1.5 സ്പൂണോ പാകത്തിനിട്ടാൽ മതി. ഇതിനകത്തേക്ക് മീനിടും. മത്തി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ അരപ്പിനകത്തോട്ട് നമ്മൾ മത്തി എടുത്തിടുക. ഇത് നമ്മൾ നേരത്തെ കപ്പ ഇവിടെ പുഴുങ്ങി. ഇത് എത്രയുണ്ടോ ഈ കപ്പ? 1 കിലോ. ഒരു ഏകദേശം 1 കിലോ കപ്പയുണ്ട്. ഇത് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി തിളച്ച് കഴിയുമ്പോൾ കപ്പയിടാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കപ്പയിടാം. ഇവിടെ കുരുമുളക് കൂട്ടത്തിൽ അരയ്ക്കാറുണ്ട്. ഈ കൂട്ടത്തിൽ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും കൂടെ നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ കുരുമുളകും കൂടെ അരച്ച് അതിനകത്ത് ചേർക്കാം. ഇപ്പം ഇവിടെ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടി സ്വല്പം ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. നമുക്ക് അടുപ്പിൽ വെച്ച് അതൊന്ന് തിളയ്ക്കുന്ന വരെ
തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കപ്പ ഇട്ട് അതിനകത്തോട്ട് ഇട്ട് ഇളക്കാം അല്ലേ അമ്മ? പണ്ട് കപ്പ പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മത്തി ഈ പുളിയും അരപ്പും എല്ലാം കൂടെ ചേർത്തായിരുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. തിളച്ച് കഴിഞ്ഞിട്ടൊന്ന് കപ്പയും കൂടെ ഇട്ട് കുഴക്കും. ഈ കപ്പ പെട്ടെന്ന് വേകുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ. നമ്മൾ മീൻകറി വെക്കുന്ന മീൻകറിയും കപ്പയും കൂടെ ഇട്ട് കുഴയ്ക്കുന്ന ആ രീതി. പണ്ടിങ്ങനെ ആയിരുന്നു ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ. തലേ ദിവസം രാത്രി വെച്ച് വെക്കും, രാവിലെ എഴുന്നേറ്റ ഇതാ കഴിക്കുന്നത്. അന്നെന്ന് പറഞ്ഞാൽ വേറെ പലഹാരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതാണ് കാപ്പിക്ക് രാവിലത്തെ പലഹാരം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇത് ഇറച്ചി കക്കറച്ചി കൊണ്ടും ഉണ്ടാക്കാം. ചെമ്മി പൊടി, ഉണക്കച്ചെമ്മി അതൊക്കെ പൊടിച്ച് ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പണ്ടതെല്ലാം ആയിരുന്നു പലഹാരങ്ങൾ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഇതിപ്പം എത്ര നേരം വേണോ അമ്മ? കപ്പ ഊറ്റി വെച്ചിരിക്കുന്നത് അത് ഇത് താഴ്ന്ന് തളച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് വേവിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിട്ടുണ്ട്. മീൻകറി ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നു. നമുക്ക് അതിനകത്തോട്ട് ഇനി കപ്പ ഇടാം. കപ്പ ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ അരിഞ്ഞെടുക്കാം. നീളത്തിൽ അരിയുന്നവരുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് അരിഞ്ഞെടുക്കാവേ. ഇതിപ്പോൾ ഞങ്ങൾ ഈ രീതിയിൽ അരിഞ്ഞെന്നേ ഉള്ളൂ. ചിലർ നീളത്തിൽ അരിയുന്നവരുണ്ട്. ഇപ്പം അതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് കപ്പ ഇടുക. ഇത് വറ്റട്ടെ. കപ്പയിട്ടൊന്ന് ഇളക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് വറ്റണം അല്ലേ അമ്മ? നല്ലപോലെ തിളച്ച് രണ്ട് അവിടെ വെന്ത് കൂട്ടത്തിൽ വേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് അടച്ചു വെച്ചാൽ ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് വറ്റി വിലയില്ല. ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് നന്നായിട്ട് വറ്റി ആ വെള്ളമെല്ലാം ഒന്ന് ഇതായി ഒന്ന് കുഴഞ്ഞ് നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കണം അത്. ആ സമയത്ത് നമ്മൾ ഇത് ചേർക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് നോക്കണം. അതിന് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മളത് അതിനകത്ത് നമുക്ക് വേണ്ട രീതിയിൽ അത് ചേർക്കണം. എരിവും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം കപ്പ ചേർക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വെള്ളം വറ്റുന്ന വരെ നമുക്കത് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ വെള്ളമെല്ലാം കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി ഇരുന്ന് കുറുകും അല്ലേ അമ്മ? ഇത് തണുക്കുമ്പോഴത്തേക്ക് നല്ല കട്ട പോലെയാവും. തണുക്കുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകും ഇതിനകത്ത്. പിന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കാം, പുളി ഇല്ലെങ്കിൽ പുളി ചേർക്കാം. ഇതിപ്പോൾ എല്ലാം പാകത്തിന്. ഇത് ഇച്ചിരി തണുത്ത് കഴിയുമ്പോൾ കട്ട പോലെയാവും. തീ കെടുത്തിയിട്ട് ഇതാണ് കപ്പയും മത്തിയും കൂടെ, മീനും കപ്പയും മത്തി കൂടെ ഇട്ട് കുഴയ്ക്കുന്നതാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ കഴിഞ്ഞില്ല കഴിഞ്ഞു. ഇതിനി ഇങ്ങനെ ഇരുന്നത് കുറുകി നല്ല ഒരു ഒന്നുകൂടെ ഒന്ന് കട്ടയാവും. നമുക്കത് ഇരുന്ന് കഴിക്കാം. നമ്മൾ കപ്പയും ബീഫും ഒക്കെ ഉണ്ടാക്കില്ലേ, അതുപോലൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാം. ബിരിയാണി പണ്ട് കപ്പയും മീനും കപ്പയും ഇറച്ചിയും ഇതൊക്കെ ഇട്ട് തന്നെ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അതെ.